ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ഈ വീഡിയോയും ഓഡിയോയും തമ്മിൽ യാതൊരുവിധ സിങ്കും കാണില്ല. അത് നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഈ അരിഞ്ഞു തള്ളുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെയാണോ ഈ അരിയുന്നതെന്ന് ചോദിച്ച് എൻ്റെ അമ്മയുടെ കോള് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സമയം കളയാതെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു നോക്കുമ്പം കാണുന്നൊരു കാര്യമാണ്, ദ വുമൺ ഷുഡ് ബി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് സോ ഷീ ക്യാൻ ഫേസ് ഓൾ ദി സിറ്റുവേഷൻ ഓർ ഓൾ ദി ചലഞ്ചസ്. ഈ പറഞ്ഞതിനോട് എനിക്ക് വിരോധമൊന്നുമില്ല, വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ കുറച്ചും കൂടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാലും ബിയോണ്ട് ദാറ്റ് നമ്മൾ എത്രത്തോളം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും ഒരു പ്രശ്നമൊക്കെ വരുമ്പം നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനും നമ്മളെ മനസ്സ് തുറന്ന് കേൾക്കാനും കുറച്ച് പേരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ടാവണം. അപ്പോൾ എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അച്ചാച്ചനും എൻ്റെ അമ്മയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റിയിട്ടുള്ളവർ. കാരണം ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ദൈവമേ എത്ര മനോഹരമായിട്ടുള്ള പേരൻസിനെയാണ് എനിക്ക് തന്നത്. കാരണം ഞാനൊരാളെ കൊന്നിട്ട് ചെന്നാൽ പോലും അത് നമുക്ക് നോക്കാമെന്ന് പറയുന്ന അച്ഛനും അമ്മയാണ് എനിക്കുള്ളത്. അപ്പം അങ്ങനെ അല്ലാത്തവരും ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാർ നല്ലോണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചാലഞ്ചസൊക്കെ അവരനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പം നിങ്ങളും എന്നെപ്പോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മനുഷ്യരിൽ ഡിപ്പെൻഡ് ചെയ്യാതെ യു ട്രൈ ടു ബി എ ഗോഡ് ഡിപ്പെൻഡൻറ്റ് വുമൺ. അതായത് എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്ത് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നാലും ഫസ്റ്റ് നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുക. ഞാനൊരു ദൈവവിശ്വാസി ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊരു പ്രശ്നം വന്നാലും ഞാൻ കുറച്ച് സമയം ബൈബിൾ വായിക്കും, കുറച്ച് സമയം പ്രാർത്ഥിക്കും. അപ്പം എനിക്ക് കിട്ടുന്ന ഒരു സ്ട്രെസ് റിലീഫ് എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും, ഈ പെങ്കൊച്ച് എന്ത് പൊട്ടുവർത്താൻ ഈ പറയുന്നതെന്ന്. പക്ഷേ ഒരിക്കലെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്തിട്ടുള്ളവരും ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളവരും ഞാൻ ഈ പറഞ്ഞതിനോട് ഡിസഗ്രി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ബൈ ദ ബൈ ഗൈസ്, ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നതിനോടൊപ്പം യു ട്രൈ ടു ബി എ ഗോഡ് ഡിപ്പെൻഡൻറ്റ് വുമൺ. അപ്പം എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്കതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, ബൈ.